ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസായ തായ്വാൻ ചിത്രം ലെഫ്റ്റ് ഹാൻഡഡ് ഗേൾ എന്ന മൂവിയെ പറ്റിയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് സിംഗിൾ മദറായ ശുഭാൻ എന്ന അമ്മയും അയാൻ, ഐജിങ് എന്നീ 2 പെൺമക്കളുമുള്ള കുടുംബം ഗ്രാമത്തിൽ നിന്നും തായ്പേ എന്ന ടൗണിലേക്ക് മാറി താമസിക്കുന്നതാണ്. ഇതിൽ ഐജിങ് എന്ന 5 വയസ്സുകാരി ഇടത് കൈകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതേസമയം വലിയ മകൾ അയാൻ ആരെയും മൈൻഡാക്കാതെ അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ ഒരു പാൻ ഷോപ്പിൽ ജോലിക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവൾ തൻ്റെ ബോസുമായി അഫെയറിലാവുന്നു. എന്നാൽ അമ്മ ശുഭാൻ അവിടെയുള്ള നൈറ്റ് സ്ട്രീറ്റ് മാർക്കറ്റിൽ ഒരു നൂഡിൽസ് കട തുടങ്ങുന്നു. കുടുംബം സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്കിടെ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് കഥയുടെ പ്രമേയം. തായ്പേയിലേക്ക് താമസം മാറിയതിനു ശേഷം ഐജിങ്ങിന് അവിടെയുള്ള ഒരു നേഴ്സറിയിൽ ചേർക്കുന്നു. അവളെ അവിടെ കൊണ്ടുപോയി ആക്കുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതുമെല്ലാം ചേച്ചിയാണ്. വൈകുന്നേരം അവളെ വിളിച്ചു കൊണ്ടുവന്ന് സ്ട്രീറ്റ് മാർക്കറ്റിൻ്റെ മുന്നിൽ അമ്മയുടെ കടയിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ചേച്ചി തൻ്റെ ജോലിക്കായി പാൻ ഷോപ്പിലേക്ക് പോകുന്നു. ഐജിങ് വളരെ സന്തോഷവതിയായി ആ മാർക്കറ്റിലൂടെ ഓടി നടന്ന് ഓരോ കടകളിലും കയറി അവരോടെല്ലാം സംസാരിച്ച് അവസാനം കടയിലെത്തുന്നു. ഇവരുടെ നൂഡിൽസ് കടയ്ക്ക് തൊട്ടരികിലാണ് ജോണി എന്ന ആളുടെയും കട. ഐജിങ്ങുമായി അയാൾ വളരെ വേഗം അടുക്കുന്നു. ഒരു ദിവസം ആ കുടുംബം മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ പോകുന്നു. പഴയകാല രീതികൾ വിശ്വസിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അവളുടെ മുത്തശ്ശൻ. അവർ ഏറെ നാളിന് ശേഷമാണ് തൻ്റെ കൊച്ചുമക്കളെയും മകളെയും കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഡിന്നർ കഴിക്കുന്നതിനിടയിൽ മുത്തശ്ശി അയാനിൻ്റെ വസ്ത്രധാരണത്തെപ്പറ്റിയും മുത്തശ്ശൻ ഐജിൻ ഇടത് കൈ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നതിനെയുമെല്ലാം വിമർശിക്കുന്നു. പിറ്റേന്ന് രാവിലെ അയാൻ എഴുന്നേറ്റ് വരുമ്പോൾ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ശുഭാൻ അയാനോട് പറയുകയാണ്, അച്ഛൻ ഹോസ്പിറ്റലാണ്, നമുക്ക് കാണാൻ പോകണമെന്ന്. അച്ഛനെന്ന് പറഞ്ഞപ്പോഴേ ദേഷ്യം വന്ന അയാൻ ഞാൻ വരില്ല എന്ന് പറയുകയും നീ വന്നേ പറ്റൂ എന്ന് അമ്മ വീണ്ടും പറയുമ്പോൾ അയാൾ ഇത്രയും ചെയ്തിട്ടും അമ്മയ്ക്ക് മതിയായില്ലേ, ഞാനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഐജിൻ ആരാണമ്മേ ഹോസ്പിറ്റൽ എന്ന് ചോദിക്കുമ്പോഴും അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നു. അതിലുടനീളം ശുഭാൻ മക്കളുമായി അത്രത്തോളം അടുത്തിടപഴകുന്നതായി കാണിക്കുന്നില്ല. അടുത്ത സീനിൽ ഭർത്താവിനെ കാണാൻ പോയി വന്ന ശുഭാൻ അയാനോട് പറയുകയാണ്, അച്ഛന് സീരിയസ് ആണ്, ഞാൻ അയാൾക്ക് കൂട്ടിരിക്കാൻ പോകുന്നു, ഞാൻ വരുന്നത് വരെ കട നോക്കണമെന്ന്. ശേഷം കാണിക്കുന്നത് നൂഡിൽസ് ഷോപ്പിൽ നിൽക്കുന്ന ഐജിനെയും അയാനെയുമാണ്. ഇതിനിടയിൽ തൊട്ടടുത്ത കടയിലെ ജോണി അയാനുമായി സംസാരിക്കുകയും ശുഭാൻ എവിടെയാണെന്ന് തിരക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് ശുഭാനോട് ജോണിക്ക് ഒരിഷ്ടമുള്ളതായി കാണാൻ കഴിയും. ഒരു താല്പര്യവുമില്ലാതെ കടയിലിരിക്കുന്ന അയാൻ ഐജിനുമായി കളിച്ചിരിക്കുന്നു. കുറച്ചു സമയം കഴിയുമ്പോൾ ശുഭാൻ വരികയും അയാൻ തൻ്റെ പാൻ ഷോപ്പിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഐജിനെയും കൂട്ടി അയാൻ പോകുന്നതാണ്. ഐജിനെ പുറത്തിരുത്തി അച്ഛനെ കാണാൻ അവൾ കയറുന്നു. വെന്റിലേറ്ററിൽ കിടക്കുന്ന അച്ഛനെ അവൾ പരിഹസിക്കുന്നു, പുച്ഛിക്കുന്നു. അപ്പോഴാണ് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഐജിൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്നത്. അവളെ കണ്ടപ്പോൾ അയാൻ പറഞ്ഞു, ഇതാരാണെന്ന് നോക്കുവാണോ? നിങ്ങളെയും കാത്ത അമ്മ ഇപ്പോഴും കാത്തിരിക്കുവാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? തായ്തുങ്ങിൽ വെച്ച് അമ്മ ഒരാളുമായി അടുപ്പത്തിലായി, അതിലുണ്ടായ കുഞ്ഞാണ് ഇവൾ. ഇത് പറഞ്ഞ ശേഷം അവൾ ഐജിങ്ങിനെയും കൂട്ടി അവിടെ നിന്ന് പോയി. പോകുന്ന വഴിക്ക് ഐജിങ് അതാരാണെന്ന് ആവർത്തിച്ച് ചോദിക്കുന്നതും അയാൻ ദേഷ്യപ്പെട്ട് നമ്മൾ ഇവിടെ വന്നത് അമ്മയോട് പറഞ്ഞാൽ ഞാൻ നിന്റെ ക്രയോൺസ് എടുത്തു കളയുമെന്നും പറഞ്ഞും പേടിപ്പിക്കുന്നു. ശേഷം സീനിൽ ശുഭാൻ അയാനോട് പറയുകയാണ്, ഞാൻ ഈ ശനിയും ഞായറും ഇവിടെ കാണില്ല, നൂഡിൽസ് ഷോപ്പ് തുറക്കണം, ഐജിനെ മുത്തശ്ശിയുടെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന്. അച്ഛൻ മരിച്ചുപോയി, ചടങ്ങുകൾക്കായി ഞാൻ പോവുകയാണെന്നും കൂടെ ചേർക്കുന്നു. നൂഡിൽസ് ഷോപ്പിൽ ഐജിനെയും അയാനെയും സഹായിക്കാൻ അലി എന്നൊരു സ്ത്രീയുമുണ്ട്. ഐജിൻ അവളുടെ നിഷ്കളങ്കതയും കുട്ടിത്തവും കൊണ്ട് കസ്റ്റമേഴ്സിനെ കയ്യിലെടുക്കുന്നു. അയാൻ ഒരു താല്പര്യവുമില്ലാതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കപ്പിൾ അവളെ കാണുകയും പരിചയം പുതുക്കുകയും അവളോട് അടുത്ത ആഴ്ച നടക്കുന്ന പാർട്ടിയിലേക്ക് വരാൻ ക്ഷണിക്കുകയും ചെയ്യുന്നത്. നൂഡിൽസ് കടയിൽ നിന്ന് പോകുന്ന അയാൻ ഐജിനെ മുത്തശ്ശൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു. യാതൊരുവിധ താല്പര്യവുമില്ലാതെ ഐജിൻ അവിടെ നിൽക്കുന്നു. ഐജിൻ ഇടത് കൈകൊണ്ട് ആഹാരം കഴിക്കുന്നത് തീരെ താല്പര്യമില്ലാതെ നോക്കിക്കാണുമായിരുന്നു മുത്തശ്ശൻ. പിറ്റേന്ന് മുത്തശ്ശി ഐജിനെയും കൂട്ടി ഒരു പ്രൈവറ്റ് ബാറിൽ പോവുകയും ഇമിഗ്രേഷൻ സ്കാം ഡീൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. അതിനായി ഡീലർ കൊണ്ടുവന്ന പാസ്പോർട്ട് ഐജിൻ എടുത്തു നോക്കുമ്പോൾ ഇത് വിലപിടിപ്പുള്ള ഒന്നാണെന്ന് പറഞ്ഞ് ശകാരിച്ച് അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിവെക്കുന്നു. ശേഷം ഈ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് ആളിനെ കയറ്റിവിടാൻ മുത്തശ്ശി അമേരിക്കയിലേക്ക് പോവുകയാണ്. ശേഷം മുത്തശ്ശനും ഐജിനും
മുത്തശ്ശിയെ യാത്രയാക്കി തിരിച്ചു വരുമ്പോൾ ലിഫ്റ്റിൽ ഇടത് കൈകൊണ്ട് ബട്ടൺ കുത്തിയതിന് മുത്തശ്ശൻ അവളെ ശകാരിക്കുകയും അവരുടെ വിശ്വാസം അനുസരിച്ച് ഇടത് കൈകൊണ്ട് ചെയ്യുന്നതെല്ലാം മോശം കാര്യങ്ങളാണെന്നും അത് ഡബിൾ ഹാൻഡ് ആണെന്നും അവളെ വിശ്വസിപ്പിക്കുന്നു. തുടർന്ന് ശുഭാൻ വീട്ടിൽ മടങ്ങി വരികയും കൂടെ അച്ഛൻ്റേതെന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മീർക്കാറ്റ് എന്ന പെറ്റിനെ കൂടി കൊണ്ടുവരുന്നു. ഐജിൻ അതിനെ കണ്ടതും സന്തോഷമാവുകയും അവൾ അതുമായി പെട്ടെന്ന് തന്നെ അടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അവൾ അതിന് ഗൂഗു എന്ന് പേരുമിട്ടു. ശേഷം ഐജിൻ എന്നത്തെയും പോലെ സ്ട്രീറ്റ് മാർക്കറ്റിൽ പോകുന്നതാണ് കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് സ്ട്രീറ്റ് മാർക്കറ്റിൽ അവൾ ഒരു കടയിൽ കയറി. അവൾക്കവിടെ ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു ബ്രേസ്ലെറ്റ് ആരും കാണാതെ അവൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കട്ടെടുക്കുന്നു. അവളുടെ കുഞ്ഞു മനസ്സിൽ വിചാരിക്കുന്നത് അത് ഡെവിളാണ് ചെയ്യുന്നതെന്നാണ്. എന്നിട്ട് അവൾ പേടിച്ച് നൂഡിൽസ് കടയിൽ പോയി ഒളിച്ചിരിക്കുന്നു. ഇതേ സമയം അയാൻ ഫ്രണ്ടിൻ്റെ പാർട്ടിക്ക് പോകാൻ ഒരുങ്ങുമായിരുന്നു. അവിടെ വെച്ച് സ്കൂളിൽ പഠിച്ച ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ ക്ലാസ് ടോപ്പർ അല്ലായിരുന്നോ? പെട്ടെന്ന് എന്താ ട്രാൻസ്ഫർ ആയിപ്പോയത്? നീ ഡിഗ്രി ഒന്നും എടുക്കാത്തത് എന്തേ? അവളൊന്ന് പരിങ്ങിയതിന് ശേഷം പറഞ്ഞു, അച്ഛന് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഇവിടുന്ന് പോയതെന്ന്. അപ്പോൾ ഫ്രണ്ട് ചേർത്തു, ഞാൻ അറിഞ്ഞത് അച്ഛൻ പണ്ടേ നിങ്ങളെയും ഉപേക്ഷിച്ച് പോയെന്നാണല്ലോ. അവൾ അല്ലാന്ന് തലയാട്ടുക മാത്രം ചെയ്തു. കുറച്ചു കഴിഞ്ഞ് അയാനിൻ്റെ അടുത്തേക്ക് 2 ചെക്കന്മാർ വന്നിരിക്കുകയും അവർ മോശമായി അവളോട് സംസാരിക്കുകയും ചെയ്തു. ഇത് കേട്ട് ദേഷ്യം വന്ന അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇതേ സമയം നൂഡിൽസ് കടയിൽ ഓണർ വാടക പിരിക്കാൻ എത്തുകയും 2 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ തരാനുണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ശുഭാൻ അവധി പറഞ്ഞെങ്കിലും അയാൾ അതൊന്നും കേട്ടില്ല. ഇത് കേട്ടുനിന്ന് ജോണി ഓണറെ സമാധാനിപ്പിക്കുകയും ഉടനെ തന്നെ തരാമെന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു. ശേഷം ശുഭാനും ഐജിനും വീട്ടിലേക്ക് കടയടച്ചു പോവുകയും ജോണി വൈനുമായി അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്തു. അപ്പോഴാണ് ശുഭാൻ പറയുന്നത്, ഭർത്താവ് 10-12 വർഷങ്ങൾക്ക് മുന്നേ സാമ്പത്തിക പ്രതിസന്ധി മൂലം തങ്ങളെ ഉപേക്ഷിച്ചെന്നും അതെല്ലാം കൊടുത്തു തീർത്തത് അവളാണെന്നും ഇപ്പോൾ കയ്യിലുണ്ടായിരുന്നതും കുറച്ച് കടം വാങ്ങിയുമാണ് മരണാനന്തര ചടങ്ങ് നടത്തിയതും ഇനി ക്യാഷ് ഉണ്ടാക്കിയിട്ട് വേണം റെന്റ് കൊടുക്കാനെന്നും. ഇവർ ഇങ്ങനെ സംസാരിച്ച് വളരെയധികം ക്ലോസ് ആകുമ്പോഴാണ് അയാൻ വീട്ടിലേക്ക് കയറി വരുന്നത്. പിറ്റേന്ന് ശുഭാൻ ഐജിനുമായി പണയം വയ്ക്കുന്ന സ്ഥലത്ത് കുറച്ച് സ്വർണം പണയം വയ്ക്കാൻ വരുന്നതും നമുക്ക് കാണാം. പിന്നെ കാണിക്കുന്നത് ശുഭാന്റെ അമ്മ ടീ ഡേറ്റിനായിട്ട് തൻ്റെ മക്കളെ ക്ഷണിക്കുന്നതാണ്. ശുഭാന് 2 സഹോദരിമാരും ഒരു സഹോദരനുമാണുള്ളത്. സഹോദരൻ തായ്വാനിലാണെന്ന് കഥയിലിടയ്ക്ക് പരാമർശിക്കുന്നുണ്ട്. വിദേശ പര്യടനം കഴിഞ്ഞു വന്ന അമ്മ അവിടെ നിന്ന് വാങ്ങിയ വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് മക്കൾക്ക് കൊടുക്കുന്നു. ഒരു സഹോദരി ഈ വരുന്ന 15-ന് അമ്മയുടെ പിറന്നാളാണെന്നും അത് ആഘോഷിക്കണമെന്നും പറയുമ്പോൾ എൻ്റെ കയ്യിൽ അതിന് തരാൻ കാശില്ല, ഫ്യൂണറലിന് വേണ്ടി ഉള്ളതെല്ലാം ചിലവാക്കിയെന്ന് പറയുന്നു. ഇത് കേട്ട സഹോദരി അവളെ ഉപേക്ഷിച്ചു പോയ ഭർത്താവിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന ശുഭാനെ പരിഹസിക്കുന്നു. അയാൻ പാൻ ഷോപ്പിൽ നിൽക്കുന്ന സമയം അവൾക്ക് നല്ല ക്ഷീണം തോന്നുകയും അവൾ ഛർദ്ദിക്കുകയും അവൾക്ക് സംശയം തോന്നി വീട്ടിലെത്തി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ ഐജിൻ രാത്രി മാർക്കറ്റിൽ കൂടി നടന്ന് കൊച്ചു കൊച്ചു കള്ളങ്ങൾ ആരും അറിയാതെ തുടർന്നുകൊണ്ടിരുന്നു. പിറ്റേന്ന് ഗൂഗുവുമായി കളിച്ചുകൊണ്ട് നിന്ന ഐജിൻ ബോൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഗൂഗു അത് പോയി എടുത്തുകൊണ്ടുവരും. അതിനിടയ്ക്ക് ഒരു ബോൾ ബാൽക്കണി വഴി താഴെ റോഡിലെത്തുകയും ഇത് പിടിക്കാൻ ഗൂഗു എടുത്തു ചാടുകയും ചെയ്തു. താഴേക്ക് ചാടിയ ഗൂഗു റോഡിൽ കൂടി പോകുന്ന ഒരു യാത്രക്കാരൻ്റെ മുകളിലേക്ക് വീഴുകയും അയാൾ റോഡിലേക്ക് തെറിക്കുകയും ചെയ്തു. അയാൾക്ക് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഐജിൻ്റെ പ്രിയപ്പെട്ട ഗൂഗുവിനെ അവൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. താൻ തൻ്റെ ഡെവിൾ ഹാൻഡ് കൊണ്ട് ബോൾ എറിഞ്ഞതുകൊണ്ടാണ് മരിച്ചത് എന്ന് അവൾ വിശ്വസിച്ചു. അന്ന് വൈകുന്നേരം പാൻ ഷോപ്പിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന അയാനെ കാണാൻ ഒരു സ്ത്രീ വന്നു. വളരെ ദേഷ്യത്തിലുണ്ടായിരുന്ന ആ സ്ത്രീ അയാനോട് വളരെ മോശമായി സംസാരിക്കുകയും ബോസ് ആ സ്ത്രീയുടെ ഭർത്താവാണെന്ന് പറയുകയും ചെയ്യുന്നു. താൻ ബോസിനാൽ ചതിക്കപ്പെട്ടു എന്ന് ബോധ്യമായ അയാൻ ദേഷ്യവും സങ്കടവും കൊണ്ട് താൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ആ ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നാലെ ബോസ് അവളെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും അറ്റൻഡ് ചെയ്തില്ല. തൻ്റെ ഇടത് കൈ തനിക്ക് ബാഡ് ലക്ക് മാത്രമേ കൊണ്ടുവരൂ എന്ന് കരുതിയ ഐജിൻ ഇടത് കൈ ഒരു തുണി കൊണ്ട് കെട്ടിവെക്കുകയും വലത് കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ ശുഭാൻ പണത്തിനു വേണ്ടി നെട്ടോട്ടമോടുകയായിരുന്നു. ശുഭാൻ ഐജിനെയും കൂട്ടി മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ട് കാശ് തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം. എന്നാൽ ഇതൊക്കെ കണ്ടുനിന്ന ഐജിൻ അവിടെ മുത്തശ്ശി ടേബിളിൽ വെച്ചിരുന്ന ആരുടെയോ വ്യാജ പാസ്പോർട്ട് ഇടത് കൈകൊണ്ട് എടുത്ത് ആരും കാണാതെ തൻ്റെ ബാഗിനുള്ളിൽ വെക്കുന്നു.
പിറ്റേന്ന് നേഴ്സറിയിൽ നിന്ന് ആരും കാണാതെ ഇറങ്ങുന്ന ഐജിൻ പണയം വെക്കുന്ന കടയിലെത്തി പണ്ട് മുത്തശ്ശി പറഞ്ഞ് വളരെ വിലപിടിപ്പുണ്ടെന്ന് പറഞ്ഞ വ്യാജ പാസ്പോർട്ട് പണയം വയ്ക്കാൻ എത്തിയതാണ്. ഐജിനെ കണ്ട ഉടമസ്ഥൻ അയാനെ വിളിക്കുകയും നടന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. മുത്തശ്ശൻ പറയുന്നത് പോലെ ഇടത് കൈയാണ് ഈ ബാഡ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാനല്ല, ഗൂഗു മരിച്ചതും അത് കാരണമാണെന്ന് അവൾ നിഷ്കളങ്കമായി അയാനോട് പറയുന്നു. അയാൻ അതെല്ലാം തെറ്റാണെന്നും അങ്ങനെ ഡെവിൾ ഹാൻഡ് എന്നൊന്നില്ല എന്നും പറഞ്ഞ് ഐജിനെ ചേർത്തു പിടിക്കുന്നു. കഥയിലുടനീളം ഐജീനിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കുന്നത് അയാനാണെന്ന് നമുക്ക് കാണാം. ഇതേ സമയം മുത്തശ്ശിയുടെ വീട്ടിൽ പോലീസുകാർ വരികയും സെർച്ച് വാറന്റ് കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർക്ക് അവിടെ നിന്നും ഒരു തെളിവും കിട്ടിയില്ല. മുത്തശ്ശിയാണെങ്കിലും വളരെ അതിശയത്തിലായിരുന്നു. മേശപ്പുറത്ത് വെച്ചിരുന്ന പാസ്പോർട്ട് എവിടെ പോയി എന്നായിരുന്നു ആലോചന. അപ്പോഴാണ് അയാൻ ഐജിനെയും കൂട്ടി അങ്ങോട്ട് വന്നത്. പാസ്പോർട്ട് തിരഞ്ഞുകൊണ്ടിരുന്ന മുത്തശ്ശിയുടെ നേർക്ക് ഇതാണോ തിരയുന്നതെന്ന് അയാൻ ചോദിച്ചു. ഐജിൻ ഇതെവിടുന്ന് എടുത്തതെന്നും കൂടെ ചേർക്കുന്നു. ഇത് കേട്ട മുത്തശ്ശിക്ക് ശരിക്കും സന്തോഷം വരികയാണ് ചെയ്തത്. പാസ്പോർട്ട് ഇല്ലാത്തത് കാരണമാണ് താൻ പിടിക്കപ്പെടാത്തതെന്നും തന്നെ രക്ഷിച്ച ഐജിനെയാണ് തനിക്കിനി ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും അവർ പറയുന്നു. അയാൻ മുത്തശ്ശനോട് ഐജിനോട് ഇടത് കൈയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തെറ്റാണെന്ന് പറയാനും ആവശ്യപ്പെട്ടു. തിരികെ വീട്ടിലെത്തിയ ഐജിൻ താൻ കട്ടെടുത്ത സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ച പെട്ടി അയാന് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട അയാൻ ഐജിനെയും കൂട്ടി നൂഡിൽസ് കടയിലേക്കാണ് ആദ്യം പോകുന്നത്. അമ്മയോട് ഐജിൻ എങ്ങോട്ടാണ് ഈ രാത്രികളിൽ പോകുന്നതെന്ന് അറിയാമോ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുകയും കട്ടെടുത്ത ഓരോന്നും അതാത് കടകളിൽ ഐജിനെ കൊണ്ട് തന്നെ കൊടുപ്പിച്ച് താൻ അവിടുന്ന് മോഷ്ടിച്ചതാണ്, മാപ്പാക്കണമെന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇനി ആവർത്തിക്കരുതെന്ന് കുഞ്ഞു താക്കീതിൽ അവളോട് എല്ലാ കടക്കാരും ക്ഷമിച്ചു. അങ്ങനെ ഇരിക്കെയാണ് മുത്തശ്ശിയുടെ പിറന്നാൾ വന്നത്. ഒരു കുടുംബ സംഗമം തന്നെയായിരുന്നു എന്ന് പറയാം. ശുഭാൻ ഐജിനും അയാനും ജോണിയുമൊത്താണ് പിറന്നാൾ കൂടാൻ വരുന്നത്. ഇതിൽ നിന്ന് തന്നെ ശുഭാൻ ജോണിയും റിലേഷൻഷിപ്പിലാണെന്ന് നമുക്ക് മനസ്സിലാകും. പാർട്ടിക്കിടയിൽ പെട്ടെന്നാണ് പാൻ ഷോപ്പ് ഓണറും ഭാര്യയും കയറി വരുന്നത്. അയാനോട് പേഴ്സണലായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അയാൻ അത് മൈൻഡാക്കാതെ വരുമ്പോൾ ഭാര്യ അവളോട് കയർത്ത് സംസാരിക്കുകയും ശുഭാൻ അവരെയും അയാനെയും മാറ്റി നിർത്തി സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഭാര്യ പറയുന്നത്, ഇവളെ ഞങ്ങൾ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. എൻ്റെ ഭർത്താവുമായി ഇവൾ റിലേഷൻഷിപ്പിലായിരുന്നു. ഇപ്പോൾ അവൾ പ്രഗ്നൻറ്റുമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണുള്ളത്. ഇനി ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ സകല ചിലവും ഞങ്ങൾ വഹിച്ചോളാം. കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണമെന്ന്. ഇത് കേട്ട് നിന്ന ശുഭാൻ മാത്രമല്ല, പാർട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി. ശുഭാൻ അവളെ ഒരുപാട് ശകാരിച്ചു, അടിച്ചു. ദേഷ്യം വന്ന അയാൻ അങ്ങനൊരു കുട്ടിയില്ല, ഇതിനിടയ്ക്ക് അബോഷനായി പോയി എന്ന് ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. ഇത് കേട്ട ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പാൻ ഷോപ്പ് ഉടമ ജോണിയുടെ കയ്യിൽ കുറച്ച് കാശ് കൊടുത്ത് അയാനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. നിശബ്ദമായ ഹാളിൽ ശുഭാന്റെ സഹോദരൻ ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ മുത്തശ്ശിയുടെ ബർത്ത്ഡേ കാര്യപരിപാടികൾ തുടങ്ങാം എന്ന് പറയുകയും കേക്ക് കട്ട് ചെയ്യാൻ മുത്തശ്ശിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്നാൽ അയാൻ ഞങ്ങൾക്ക് മുത്തശ്ശിയെ വിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ഐജിനെയും കൂട്ടി സ്റ്റേജിൽ കയറി. ശേഷം അയാൻ ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശി എന്ന് പറഞ്ഞ് ഐജിനും മൈക്ക് നൽകി. എന്തോ അവളുടെ ചെവിയിൽ പറഞ്ഞു. അവൾ മൈക്ക് വാങ്ങി ഹാപ്പി ബർത്ത്ഡേ മുതുമുത്തശ്ശി എന്ന് പറഞ്ഞു. ഇത് കേട്ട മുത്തശ്ശി, ഐജിൻ, ഞാൻ നിന്റെ മുത്തശ്ശിയാണ് മോളെ, അല്ലാതെ മുതുമുത്തശ്ശി അല്ലാന്ന് തിരുത്തി. ഐജിൻ വീണ്ടും ഇത് ആവർത്തിക്കുകയും ശരിയാണ്, ഐജിനിൻ്റെ മുതുമുത്തശ്ശിയാണിതെന്ന് മൈക്ക് വാങ്ങി അയാൻ പറയുന്നു. ഇത് കേട്ട ഉടനെ ശുഭാൻ സീറ്റിൽ നിന്ന് ഓടി വന്ന് അയാനിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി സംസാരിക്കുന്നത് തടയാൻ നോക്കി. എന്നാൽ മദ്യലഹരിയിലായിരുന്ന അയാൻ എല്ലാവരോടുമായി പറഞ്ഞു, ഐജിൻ എൻ്റെ മകളാണ്. അമ്മ ഇത്രയും നാൾ എന്നെ സംരക്ഷിക്കാൻ കള്ളം പറയുകയായിരുന്നു. ഇനിയെങ്കിലും അവൾ ഇതൊക്കെ അറിയണം. കരഞ്ഞുകൊണ്ട് ശുഭാൻ പറഞ്ഞു, നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തേ. നിനക്ക് കല്യാണം, കുടുംബം ഒക്കെയായി കാണാൻ വേണ്ടിയാണെന്നും. ഇത്രയും ചെറിയ പ്രായത്തിൽ നീ ഒരമ്മയാണെന്നറിഞ്ഞാൽ നിന്നെ ആരാ വിവാഹം ചെയ്യാൻ വരിക? നിയന്ത്രണം വിട്ട ഐജിൻ ശുഭാനോടായി പറഞ്ഞു, എനിക്ക് ആരെയും വിവാഹം കഴിക്കേണ്ട. അമ്മയുടെ മുഖം മറയ്ക്കാൻ മാത്രമാണ് അമ്മ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഒരിക്കലെങ്കിലും അമ്മ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന്. ഇതൊക്കെ കേട്ടു നിന്ന മുത്തശ്ശി എന്താ ഇവിടെ നടക്കുന്നതെന്ന് ശുഭാനോട് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം നിഷ്കളങ്കമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഐജിനെ കാണിച്ച്
ആ സീൻ അവിടെ അവസാനിക്കുന്നു. അയാൻ ശുഭാനുമായുള്ള എല്ലാ തെറ്റിദ്ധാരണകളും തീർത്ത് കടയിൽ സഹായത്തിനെത്തുന്നതും അവർ 3 പേരോടുമൊപ്പം ജോണിയും കൂടെ ചേർന്ന് സന്തോഷമായി മുന്നോട്ട് ജീവിക്കുന്നതുമാണ് കഥയുടെ അവസാനം. ശുഭാൻ ഐജിങ്ങുമായ അമ്മ മകൾ ബന്ധം വീണ്ടും ആരംഭിക്കുന്നതായി നമുക്ക് കാണാം. അയാനിന്റെ പഠിത്തം പകുതി വഴിയിൽ നിന്നു പോകുന്നതും ഇവർ തായ്പേയിൽ നിന്ന് കുറച്ചുനാൾ ആ ഗ്രാമത്തിലേക്ക് മാറിയതും അയാൻ പ്രഗ്നന്റ് ആയി ഐജിൻ ജനിക്കുന്നത് ഈ സമൂഹത്തിൽ ആരും അറിയാതിരിക്കാനാണെന്ന് കഥയുടെ അവസാനം മനസ്സിലാക്കുന്നു. ഈ സിനിമയിൽ വലിയ ട്വിസ്റ്റുകളോ ആക്ഷനോ ഇല്ല. എന്നാൽ ഒരു സാധാരണ കുടുംബത്തിന്റെ ചില പഴയകാല വിശ്വാസങ്ങളും കുടുംബ രഹസ്യങ്ങൾ, സ്ത്രീകളുടെ വേദന, സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങൾ കാരണം അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ ഒക്കെ പറ്റി പറയുന്ന കൊച്ചു സിനിമയാണ്. റിയലിസ്റ്റിക് സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ നല്ല അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് ആ ഐജിൻ എന്ന 5 വയസ്സുകാരി കുഞ്ഞിന്റെ അഭിനയം എടുത്തു പറയേണ്ട ഒന്നാണ്. ഓവറോൾ സ്ലോ ബട്ട് മീനിങ് ഫുൾ മൂവി, ലെഫ്റ്റ് ഹാൻഡഡ് ഗേൾ. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.